ACC സമ്മേളനത്തിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകുന്നു. അല്പസമയത്തിനകം നടക്കാനിരിക്കുന്ന വിശാല പ്രവർത്തക സമിതി യോഗം കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാക്കാനുള്ള സുപ്രധാന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകും. DCCകളിൽ സമഗ്രമായ മാറ്റം വരുത്തും. സജീവമല്ലാത്ത DCC അധ്യക്ഷന്മാരെ മാറ്റും. ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അനൂപ് ദാസ് അഹമ്മദാബാദിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ് ദാസ്, ഇപ്പോൾ ഉടനെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കോൺഗ്രസിന് വലിയ പ്രതീക്ഷയില്ലാത്ത, അതായത് കോൺഗ്രസിന് നേരിട്ട് വലിയ പ്രതീക്ഷയില്ലാത്ത ഒരു സംസ്ഥാനമാണ്. അത് കഴിഞ്ഞാൽ കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അതിനു മുൻപ് ഈ DCC പുനഃസംഘടന എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രായോഗികമായി നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? രാജീവ്, DCC പുനഃസംഘടന രാജ്യത്താകമാനം എല്ലായിടത്തും നടക്കുന്നില്ല. ഇപ്പോൾ സജീവമല്ലാതെ നിൽക്കുന്ന കമ്മിറ്റികളാണ് പുനഃസംഘടിപ്പിക്കുക. അതിൽ കേരളത്തിലെ 14 ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും മാറ്റം ഉണ്ടാകില്ല. ഏതാണ്ട് 7 ജില്ലകളിൽ മാറ്റം വേണമെന്ന ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ ACCക്ക് മുന്നിലുണ്ട്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തെയും കാര്യങ്ങൾ പഠിച്ച ശേഷം നിർജ്ജീവമായ കമ്മിറ്റികളിൽ മാത്രം പുനഃസംഘടന നടത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം. പക്ഷേ അത് അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, DCCകൾ പഴയ പോലെ ആവില്ല. കൂടുതൽ അധികാരം അവർക്കുണ്ടാവും. കേരളത്തിൽ ഇപ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ DCC അധ്യക്ഷന്മാരുടെ തീരുമാനമാണ്, അവരുടെ നിർദ്ദേശമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രധാനമായും ദേശീയ നേതൃത്വം പരിഗണിക്കുക. നേരത്തെ സംസ്ഥാനത്ത് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിൽക്കുന്ന ഗ്രൂപ്പ് മാനേജർമാർ അല്ലെങ്കിൽ ഗ്രൂപ്പ് നേതാക്കന്മാരായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുക. എന്നാൽ അതിനപ്പുറത്തേക്ക് DCC അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം ഇനി ലഭിക്കാൻ പോവുകയാണ്. അതാണ് ഇവിടെ നടക്കുന്ന ഈ വർക്കിംഗ് കമ്മിറ്റി യോഗവും അതിനുശേഷം നാളെ നടക്കുന്ന സമ്മേളനത്തിലെയും പ്രധാനപ്പെട്ട അജണ്ടയായി മുന്നിൽ വരുന്നത്. അനൂപ്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിന് മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ മെച്ചപ്പെട്ട പ്രകടനം കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം നടന്ന ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പാണെങ്കിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലാണെങ്കിലും കോൺഗ്രസ് തകർന്നടിഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ വേണ്ട രീതിയിൽ ചർച്ചയാകുമോ? ചർച്ചയാവില്ല. അതായത് ഈ ഓരോ വിഷയങ്ങളെടുത്ത് ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വെച്ച് നോക്കിയാൽ BJP ആണെങ്കിൽ അല്ലെങ്കിൽ CPM ആണെങ്കിൽ നേരത്തെ നടന്ന സംഭവങ്ങൾ ഓരോന്ന് എടുത്തു വെച്ച് അതിലെന്താണ് പോരായ്മകൾ പറ്റിയത്, എങ്ങനെ തിരുത്തണമെന്ന ചർച്ചയൊക്കെ അവരുടെ യോഗങ്ങളിൽ നടക്കും. പക്ഷേ കോൺഗ്രസിന്റെ ഇത്തരം യോഗങ്ങൾ, സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ACC യോഗങ്ങളൊന്നും ആ നിലയിൽ അത്തരം ചർച്ചകൾ അധികം നടക്കാറില്ല. അത്തരം ചർച്ചകൾ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള യോഗത്തിൽ നടക്കുമെന്നല്ലാതെ. എന്തായാലും കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന ഒരു പൊതു ചിന്തയുണ്ട്. അതിന് താഴെത്തട്ടിലാണ് മാറ്റങ്ങൾ വേണമെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും വിലയിരുത്തുന്നത്. അതിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ഇടപെടണം, എങ്ങനെ സമരങ്ങൾ നയിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത കുറവ് നമുക്ക് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കോൺഗ്രസിന്റെ പരിപാടികൾക്ക് കവർ ചെയ്യാൻ വരുമ്പോഴും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത്. അഹമ്മദാബാദിൽ നേതൃയോഗം നടക്കുകയാണ്.